എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ഉറുമ്പുകളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. നമ്മളുടെ വീടുകളിലൊക്കെ കാണുന്ന കറുത്ത ഉറുമ്പ് കാക്കുറുമ്പെന്ന് പറയും. അതുപോലെ തന്നെ ചുവന്ന ഉറുമ്പ്, പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട് നമ്മളുടെ വീടുകളിൽ. ഈ ഉറുമ്പുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ നേരെ ഉള്ള വഴി കൂടി പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഒരു സൈഡിൽ നിന്നും കറക്റ്റായിട്ട് അത് നേരെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ, ഒരു ഉറുമ്പിൻ്റെ പുറകെ ബാക്കിയുള്ള 10, 50, 100 ഉറുമ്പുകളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടാകും. അതിനുള്ള കാരണം ഫിറമോണുകളാണ്. ഉറുമ്പുകൾ അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേകതരം ഹോർമോണുകളാണ് ഫിറമോണുകൾ. അത് ഉറുമ്പുകൾക്ക് മാത്രമുള്ളൂ. ഈ ഫെറമോണുകൾ കാരണമാണ് ഒരു ഉറുമ്പ് പോയ വഴിയിൽ അതിൻ്റെ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പോയിരിക്കുന്നത്. അപ്പോൾ തീറ്റയുടെ വഴി കൂടി ഒരു ഉറുമ്പ് പോകുമ്പോൾ അവിടെ ഫിറമോൺ ഉണ്ടാവും. ആ ഫിറമോണിൻ്റെ പുറകെ ഒരു 10 പോകുമ്പോൾ പിന്നെയും 10 ഉറുമ്പിൻ്റെ ഫിറമോൺ അവിടെ നിക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ഉറുമ്പുകളും ആ നേരെയുള്ള വഴി കൂടി ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള ഇങ്ങനെ ഫിറമോണിൻ്റെ സാന്നിധ്യം കൂടും. അപ്പോൾ നമ്മൾ ഉറുമ്പുകളിങ്ങനെ യാത്ര ചെയ്യുന്നത് നമ്മൾ ഇനി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ഉറുമ്പിൻ്റെ പുറകെ മറ്റുള്ള ഉറുമ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ട് പോകുന്നത്. ഒരു ഉറുമ്പ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു ഉറുമ്പ് അതിൻ്റെ പുറകെ ഇങ്ങനെ അവർ ഏകോപിച്ച് കൊണ്ടുപോകുന്നത് ഫിറമോണിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ പലതരം ഉറുമ്പുകളും പല സ്ഥലത്തു നിന്നും ഇങ്ങനെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. പക്ഷേ അവരെല്ലാവരും ഒരു സ്ഥലത്തെത്തുകയാണ് തീറ്റ എടുക്കാൻ വേണ്ടി. അതിനുള്ള കാരണം ഒരു ഫിറമോണിൻ്റെ ഒരു റൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു സഞ്ചാരപാത ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പിടിച്ച് തന്നെ പുറകെ തന്നെ ബാക്കിയുള്ള ഉറുമ്പുകളും ആ സഞ്ചാരപാതയിൽ കൂടി ആ തീറ്റയുടെ അടുത്തെത്തും. അങ്ങനെ പലതരം ഉറുമ്പുകൾ എത്തി അവർ തമ്മിലൊരു ഏകോപനം ഉണ്ടാവും. മനുഷ്യന്മാർക്കില്ലാത്തൊരു പ്രത്യേകതരം സംഘടിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ഉറുമ്പുകൾക്കുള്ളത്. അവർ ഒരു ഏകോപിപ്പിക്കാനുള്ള കഴിവ് ഈ ഫിറമോൺ എന്ന് പറഞ്ഞ സാധനത്തിനുണ്ട്. നമുക്ക് ഈ മനുഷ്യന്മാർക്കും ഇതുപോലെ ഫിറമോണുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്